ബാപ്പുവേ ഇവൻ എവിടെ പോയി കിടക്കുവാണ്? പിള്ളേരിപ്പോ എത്തോടാ? ഡേ എവിടെ നീ? എന്റെ അച്ചായി, രാവിലെ മുതൽ ഭയങ്കര പണിയാണ്, ഒന്നും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. एक काम करेगा, अम्मा दूसरा काम बताएगा, फिर कैसे പണി തീരും? എടാ ബാപ്പു, കിതർത്താ തും? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വാഴയില വെട്ടിക്കൊണ്ട് വരാൻ? തും നഹീ കറാ? അമ്മമ്മ मैं कैसे करेगा काम? അച്ചായം വിളിക്കുന്നു, അമ്മമ്മയും വിളിക്കുന്നു, फिर कैसे പണി തീരും? എനിക്ക് 2 കയ്യേ ഉള്ളൂ. നീ ജാഥാ വർത്താനം പറയാതടാ, പോയി പണി ചെയ്യടാ. ജാവോ എടാ, ജാവോടാ. ടെൻഷൻ മത് കരോ അച്ചായി, ഹമാരാ ജോനുമോനല്ലേ വരുന്നത്. ഓ, ഇവനെ കൊണ്ട് ഞാനങ്ങ് തോറ്റു. ബാപ്പു ബാപ്പു ഇധർ ആവോടാ, ജൽദി ആ ഗേറ്റ് ഓപ്പൺ കറോ. ഡി ഓമനെ ഇങ്ങ് വാടി, നമ്മുടെ മോൻ ഇങ്ങ് എത്തി. വാ. ഇല്ലടി ആ പപ്പ, മമ്മി. എടാ മോനെ, എന്താണ് ഇത്ര ലേറ്റ് ആയത്? ഞങ്ങൾ എത്ര നേരമായി നോക്കിയിരിക്കുന്നു. ഒന്നും പറയണ്ട എൻ്റെ പപ്പ. ഓ മമ്മി, നിക്ക് 1 മിനിറ്റ്. ഈ മുടിയൊക്കെ ഒന്ന് നേരെ വെച്ച്. ഫേസ്ബുക്ക് ലൈവ് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ന്യൂസിലാൻഡിൽ നിന്ന് നാട്ടിൽ വന്നു എന്ന് എല്ലാവരും അറിയണ്ടേ? മതി സിമി മോളെ, എൻ്റെ അമ്മച്ചിയുടെ പുന്നാര മോളെ ഒന്ന് കാണട്ടെ. ഇങ്ങോട്ടൊന്ന് വന്നേ. ജോസ്മി മോളെ. അയ്യോടി, ഇവളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഇവളൊന്നും കഴിക്കാറൊന്നും ഇല്ലേ? അതെങ്ങനെയാ മമ്മി? ഏത് സമയവും ഈ ഐപാഡും മൊബൈലും തോണ്ടിയല്ലേ ഇരിപ്പല്ലേ? ഈറ്റ് ചെയ്യാനും ഡ്രിങ്ക് ചെയ്യാനും ഒന്നിനും സമയമില്ല. പിന്നെ എങ്ങനെ ഇവൾ സ്ലിം ബ്യൂട്ടി ആവാതിരിക്കും? ബെസ്റ്റ് ആളാ പറയുന്നേ. മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കോ? അല്ലേ തന്നെ ഈ പറയുന്ന നമ്മൾ മോശക്കാരാണോ? മതി പിള്ളേരെ, നിങ്ങൾ വലിയ യാത്ര ചെയ്ത് വന്നവരാണ്. പോയി ഫ്രഷ് ആയിട്ട് വാ. അവള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ മമ്മി, ഫുഡ് കഴിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും വയറ് നിറഞ്ഞിരിക്കുവാ. ഓ, ആ ഫ്ലൈറ്റിൽ ജ്യൂസും സാൻഡ്വിച്ചും ഒക്കെ അല്ലേ? അത് കഴിച്ചിട്ട് എങ്ങനെ വയറ് നിറയാനാ? അല്ല മമ്മി, ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലൊന്ന് കയറിയായിരുന്നു. അവിടെ നിന്ന് നല്ല കരിമീനും കൊഞ്ചും ഫിഷ് നിർവാണയൊക്കെ കഴിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഒട്ടും വിശപ്പില്ല. എൻ്റെ മോനെ, നീ എന്തിനാ ഈ ഹോട്ടലൊക്കെ കയറി കഴിച്ചത്? ഈ പൈസ കളയണമായിരുന്നോ? നിൻ്റെ അമ്മയാണെങ്കിൽ 2 ദിവസമായിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പവും സ്റ്റൂവും കപ്പയും മീൻകറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ നോക്കിയിരിക്കുമായിരുന്നു. ഓ മമ്മി, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഞങ്ങൾ ഇവിടെ നാട്ടിൽ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഇവിടെ ചെയ്തു തീർക്കാൻ ഞങ്ങൾ വലിയൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഓരോന്നും ഞങ്ങൾക്ക് മസ്റ്റായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ അവിടെ പോയത്. അതെന്തുവാടാ ഈ ബക്കറ്റ് ലിസ്റ്റ്? അച്ചായി, കോൺസാ ബക്കറ്റ് ഹേ? പ്ലാസ്റ്റിക് ആണോ അതോ അലൂമിനിയം ആണോ? അലൂമിനിയം ആണെങ്കിൽ എഴുത്തിൽ മേ ഹേ. വടീസേ മാറുങ്ക ഞാൻ. പോയി കാം കറോ, പോ. വാടാ മോനെ, നീ ഇരിക്കേ. എന്തൊക്കെയുണ്ട് വിശേഷം? പറ. ഇങ്ങനെ ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നു പപ്പ. അച്ചായി, ആജ് കാ പണി തീർന്നു. ജോണിമോൻ,
എനിക്ക് ഒന്നും കൊണ്ടുവന്നില്ലേ? തും ജാओ, ജ്യാദാ മത് ബോലോ. നീ എന്തിനാടാ ജോണി അവനോട് ദേഷ്യപ്പെട്ടത്? ആ പാവം മറ്റുള്ളവരെ പോലെയല്ല. എപ്പം വിളിച്ചാലും ഓടി വരുന്നൊരു സഹായിയാണ് അവൻ. എന്ത് സഹായി? ചുമ്മാ ഒന്നും അല്ലല്ലോ, പൈസ കൊടുത്തിട്ടല്ലേ. പപ്പ ഒന്ന് പോയേ, ഇവനെയൊക്കെ എന്ത് മൈൻഡ് ചെയ്യാൻ? ആഹാ, നിങ്ങളിവിടെ നിൽക്കുവാണോ? പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നേ. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആ മധുവിൻ്റെയും ഷാഫിയുടെയും വീട്ടിലൊക്കെ പോയിട്ട് വാ. അവർ എപ്പോഴും നിങ്ങളെ അന്വേഷിക്കാറുണ്ട്. ഓ, പിന്നെ എപ്പോഴെങ്കിലും പോവാന്നേ. ഇപ്പം അവരെ കണ്ടിട്ട് എന്നാ ചെയ്യാനാ? നീ എന്നാ ഭർത്താവനായി പറയുന്നത്? നീ ന്യൂസിലാൻഡ് പോകുന്ന നേരം വിസയ്ക്കും ടിക്കറ്റിനും പൈസ തികയാതെ വന്നപ്പോൾ ഈ മധുവേ ഉള്ളായിരുന്നു നിനക്ക് സഹായമായിട്ട്. അത് മാത്രമാണോ? ഷാഫിയുടെ മോനും നീ ഇപ്പം വേദനിപ്പിച്ചു പോയിട്ട ബാപ്പുവും ഒക്കെയാണ് ഞങ്ങൾക്കൊരു സഹായമായിട്ട് ഓടി വരുന്നത്. Babe, no toilet paper in the washroom. It's so disgusting. ഞാൻ അവിടെ വെച്ച് പറഞ്ഞിരുന്നതല്ലേ എല്ലാം നേരത്തെ അറേഞ്ച് ചെയ്യണമെന്ന്. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടി, നമുക്ക് നാളെ ലുലുമാളി പോകുമ്പോൾ വാങ്ങാന്ന്. ഓ മൈ ഗോഡ്, ഈ ഗ്രാമവാസികളെ കൊണ്ട് തോറ്റു. എടീ, പിള്ളേരല്ലേ എവിടെയാ? എൻ്റെ അച്ചായ, എല്ലാവരും മോളിൽ കയറി വാതിലും അടച്ചിരിപ്പാ. പിള്ളേരെല്ലാം ചെവിയിൽ ഒരു കുന്ത്രാണ്ടം വെച്ചിരിപ്പുണ്ട്, ഫോണിലും കുത്തിയിരിക്കുന്നുണ്ട്. നമ്മളോടൊന്നും സംസാരിക്കാൻ ആർക്കും നേരമില്ലെന്നേ. അച്ഛാ, ദാദാ ജോണി വരുന്നുണ്ടേ. ജോണിയെ, അവരെ വിളിയിടാ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം വല്ലതും കഴിക്കാൻ. ഉച്ചയ്ക്ക് പോലും ഒന്നും കഴിച്ചിട്ടില്ല. മോളെ സിമി, ജോസ്മി മോളെ, താഴോട്ട് വന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം. മമ്മി കിടന്ന് അലച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ അവരെ ദാ ഇപ്പം താഴെ വരുത്താം. അതെങ്ങനാടാ? മമ്മി ഇപ്പം ശരിയാക്കി തരാം. ഫാമിലി ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഇപ്പം അവർ താഴെ വരും. ദാ നോക്കിക്കോ, കണ്ടോ, വി ആർ കമ്മിങ്. ഇതാണ് ന്യൂ ജനറേഷൻ ഫാമിലി ലൈഫ്. എടി ഓമനെ, ഒരു പാട്ടെടുത്തേ. സിമി മോളെ, ആ ഷോള് തലയിലോട്ടിട്ടേ, ആ ഷോള് തലയിലോട്ട്. ഇന്നാ ജോസ്മി മോളെ, ഈ തോർത്ത് തലയിലിട്ടോ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ജോസ്മി മോളെ, ആ 91 സങ്കീർത്തനം ഒന്ന് വായിച്ചേ. Which one? ഡി സാംസ് 91. Oh, okay. മോളെ, ആ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചേ. No, Appacha, I'm going to read. Hey Siri, Psalms 91. Whoever dwells in the shelter of the Most High will rest in the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress, my God in whom I trust. അപ്പച്ചൻ്റെ ജോസ്മി മോളെ ഒന്ന് പ്രാർത്ഥിച്ചേ. Oh, Appacha, I don't know how to pray. ഡാ ജോണിയെ, നീ ഇവളെ പ്രാർത്ഥിക്കാനൊന്നും പഠിപ്പിച്ചിട്ടില്ലേ? പപ്പ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എവിടുന്നാ സമയം? പിന്നെ എല്ലാവരും കൂടെ തന്നെത്താൻ പ്രാർത്ഥിച്ചങ്ങ് കിടക്കും. ആഹാ, കൊള്ളാലോ നിങ്ങള്. ഡാ, നിന്നെ ഞങ്ങൾ കൊച്ചിലെ അടുത്തിരുത്തി വേദപുസ്തകം വായിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചാണ് വളർത്തിയത്. അതുകൊണ്ടാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയത്. നീ നിന്റെ മോളെ അതുപോലെ വേണം വളർത്താൻ. മോളെ, അപ്പച്ചൻ പഠിപ്പിക്കാം കേട്ടോ. കണ്ണടച്ചേ. ആ, ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. മോള് ന്യൂസിലാൻഡിൽ പോയാലും പള്ളിയിലാണേലും സൺഡേ സ്കൂളിലാണേലും കുടുംബമായി ഇരുന്ന് തന്നെ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കണം കേട്ടോ. Sure, Appacha.
സിനിമോളെ ഒന്ന് നോക്കിയാതാരാന്ന്? ആഹാ, ഇതാരാ? നമ്മുടെ ഷാഫിയും മധുവൊക്കെ ആണല്ലോ. അതേ തോമാച്ചായോ, ജോണി വന്നിട്ടൊന്ന് കാണാമെന്ന് കരുതി ഇറങ്ങിയതാ. ജോണി മോനെ, ഇത് നിന്റെ മോളാണോ? അതെ മധു ചേട്ടാ. കുഞ്ഞിലെ കണ്ടതാ, ഇവളിപ്പോൾ വലിയ പെണ്ണായി പോയല്ലോ. ഇജ്ജ് എത്രലാ പഠിക്കണേ? Year 8. ഇയർ 8 പറയുമ്പോൾ 8ാം ക്ലാസ് അല്ലേ? അതെ അതെ അതെ. ആ ജോണി മോനെ, ഞങ്ങൾ വന്നതേ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു കാര്യം സംസാരിക്കാനാണേ. ഇജ്ജ് അറിഞ്ഞു കാണുമല്ലോ ഇവിടെ നടന്ന ദുരന്തത്തെപ്പറ്റി വയനാട്. അവിടെ നമ്മുടെ അസോസിയേഷൻ 2 പുര വെച്ച് കൊടുക്കണുണ്ട്. പടച്ചോൻ കാത്ത് ഒരു വീടിൻ്റെ പണി കഴിഞ്ഞു, 2ാമത്തേതിൻ്റെ നടക്കുക. അതിൻ്റെ കാര്യം പറയാനാ നമ്മ ഇങ്ങോട്ട് വന്നേ. ജോണിമോനും കുടുംബവും ഒന്ന് സഹായിക്കണം. എൻ്റെ ഷാഫിക്ക, ഞാൻ ഇച്ചിരി ടൈറ്റാണ്. ഞാൻ ഇപ്പോൾ ഓക്ലൻഡിലൊരു പുതിയ വീട് വാങ്ങിയതേ ഉള്ളൂ. അതിവിടുത്തെ ഒരു 6.5 കോടി വരും. പോരാത്തതിന് ഇന്നലെ ഞങ്ങൾ പോയി ഒരു BMW X സീരീസ് ബുക്ക് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ വിട്ടേര്, വല്ല 10,000 1000 തരാം. ഹലോ, യെസ്, ജോണി തോമസ് ആണ്. ഓ, BM മോട്ടോഴ്സിൽ നിന്നാണോ? ഓ, ഓക്കെ ഓക്കെ, ഗുഡ്. അപ്പോൾ നാളെ ഞങ്ങൾ ഒരു 11 മണിയാകുമ്പോൾ അങ്ങ് എത്താം. ഓക്കെ, വെക്കല്ലേ ബ്രോ. ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. നാളെ ഞങ്ങൾ വരുമ്പോഴേ ഒരു ക്യാമറാമാനെയൊക്കെ ഒന്ന് സെറ്റാക്കി നിർത്തണം. ഞങ്ങൾക്ക് ഈ അൺറിവീലിങ്ങിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുണ്ട്. റീൽസൊക്കെ ചെയ്യാനുള്ളതാണ്. മറക്കല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. മധു, അവൻ ആകെ അങ്ങ് മാറിപ്പോയി മോനെ. എനിക്കിവിടെ കുടുംബശ്രീയിലാണേലും ഒരു ചെറിയ ചിട്ടിയുണ്ട് കേട്ടോ. അത് അടുത്ത മാസം കിട്ടും. അത് ഞാൻ തരാമേ. ചേട്ടത്തിയുടെ പെരുത്ത മനസ്സിന് നന്ദി. പിന്നെ ഈ ദുനിയാവിൽ ബർക്കത്തുള്ള മനുഷ്യരും ഉണ്ടല്ല, അവർ കാത്തോളും. എന്നാൽ തോമാച്ചായോ, ഞങ്ങളങ്ങ് ഇറങ്ങിയേക്കുക, പിന്നെ കാണാം. പപ്പ കണ്ടോ നമ്മുടെ പുതിയ BMW? എന്തൊരു കംഫോർട്ടാണെന്നറിയാമോ? ഈ നാട്ടിലെ കുണ്ടുകുഴിയിൽ വീണാൽ പോലും ഒന്നും അറിയില്ല. ഫ്ലൈറ്റിലിരിക്കുന്ന പോലെ ഒരു ഫീലാ. ഓ, ഇവനെയും കൊണ്ട് തോറ്റു. ജോണി, നീ എന്തിനാടാ ഇത്രയും വില കൂടിയ കാറൊക്കെ മേടിച്ചത്? നിങ്ങൾ 1 മാസം കഴിയുമ്പോൾ അങ്ങ് പോകും. പിന്നെ 1-2 വർഷം കൂടുമ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ. അതുവരെ ഇതിവിടെ കിടന്ന് തുരുമ്പ് പിടിച്ചു പോകും. ഇവിടെ ഉള്ള നമ്മുടെ ആൾട്ടോ തന്നെ ഞാൻ എടുക്കാറില്ല. കഴിഞ്ഞ മാസമാണ് വണ്ടിയിൽ ഒരു എലിയൊക്കെ കയറി അതിൻ്റെ കേബിളൊക്കെ കടിച്ചു പറിച്ച് കളഞ്ഞത്. അത് നന്നാക്കാൻ ഞാൻ 25,000 കൊടുക്കേണ്ടി വന്നു. അന്നേരമാണ് നീ ഇനി പുതിയൊരു വണ്ടിയും കൂടെ. എടാ മോനെ, പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും പള്ളിയിലോ ഹോസ്പിറ്റലോ ഒക്കെ പോകണമെങ്കിൽ അപ്പുറത്തെ ശശിയില്ലേ, അവനോട് പറഞ്ഞാൽ ഓട്ടോയും കൊണ്ട് വന്ന് ഞങ്ങളെ കൊണ്ടുപോയിക്കോളും. നീ ഈ ചെലവാക്കിയതിൻ്റെ ഒരംശം ആ മധുവിനും ഷാഫിയും വന്നപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ വല്ല പാവങ്ങൾക്ക് ഒരു വീടാവത്തില്ലായിരുന്നോ? മമ്മി എന്താ വർത്താനമായി പറയുന്നേ? ഞാൻ പണ്ടത്തെ ജോണിയാണോ? ഇപ്പോൾ ഞാൻ ഒന്നുമല്ലല്ലോ, ഒരു NRI അല്ലേ. പോരാത്തതിന് നാട്ടുകാരിപ്പോൾ എന്നെ ന്യൂസിലൻഡ് ജോണി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന രീതി വേണം എനിക്ക് ജീവിക്കാൻ. ക്യാഷൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ എല്ലാവരും ഒന്ന് അറിയട്ടെ എൻ്റെ കയ്യിലും 10 പുത്തനുണ്ടെന്ന്. മമ്മി, ലൈഫ് ഒന്നില്ലേ ഉള്ളൂ, അത് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കണം. എൻ്റെ മക്കളെ, ഇങ്ങനെ കാശൊക്കെ കളഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ എന്ത് ചെയ്യും? എടി ഓമനെ, നീ ഒന്ന് നിർത്തിയേ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. അച്ഛാ, അച്ഛനെന്ത് ഈ വഴി? ഓ, ഞാൻ ആ കപ്പ്യാര കുഞ്ഞച്ചൻ്റെ വീട്ടിൽ വരെ പോയതാ. എന്തു പറ്റി അച്ഛാ? അവിടെ വല്ലതും വിശേഷം വല്ലതും ഉണ്ടോ?
പുള്ളിക്കാരൻ്റെ മോള് സ്കൂട്ടറിൽ നിന്നൊന്ന് വീണു. നട്ടലിന് പരുക്കുണ്ട്. നാളെ നമ്മുടെ കുമ്പനാട്ട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ ഒരു സർജറി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 10 ലക്ഷം രൂപ വേണമെന്നാണ് കേട്ടത്. നമ്മുടെ ഇടവകയായിട്ട് ചേർന്ന് ഒരു കളക്ഷൻ നടത്തി സഹായിക്കാമെന്ന് കരുതി. അതുകൊണ്ട് നമ്മുടെ ഇടവകക്കാരുടെ വീട്ടിലെല്ലാം കയറി ഒന്ന് വരുന്ന വഴിയായിരുന്നു. പിന്നെ ജോണിയും കുടുംബവും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇവരെ പള്ളിയിലും കണ്ടില്ല. അതുകൊണ്ട് ഇവരെ ഒന്ന് കാണുവാനും ജോണിക്ക് ആ കുഞ്ഞിനു വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്നറിയാൻ കൂടിയാണ് അച്ചായ ഞാനിവിടെ വന്നത്. എൻ്റെ അച്ഛാ, നാട്ടിൽ വന്നാൽ ഭയങ്കര ചിലവാണ്. ഞാൻ എൻ്റെ പൈസയൊക്കെ പല ഇൻവെസ്റ്റ്മെൻറ്റുകളിലും ഇട്ടേക്കുക. അതുകൊണ്ട് വലിയൊരു സഹായമൊക്കെ ഇപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചെറിയൊരു സഹായം അത് പപ്പ തരും. ജോണി, പറ്റുന്ന പോലെ നോക്ക്. എന്നാൽ ഞാൻ പോകുക. കുറേ വീട് കൂടി കയറാനുണ്ട്. ഷോ, ആ കൊച്ചു നല്ലപോലെ പഠിക്കുന്ന ഒരു കുഞ്ഞായിരുന്നല്ലോ അച്ഛാ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടവദിനത്തിന് തിരുമേനിയുടെ കയ്യിൽ നിന്ന് അവാർഡൊക്കെ കിട്ടിയതല്ലായിരുന്നോ? കഷ്ടമായി പോയി. ജോണി, നിനക്ക് ഈ കാറിനും മറ്റു ആർഭാടത്തിനും കളയുന്ന പൈസ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ചെറിയൊരു അംശം ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ്റെ ചെലവിന് കൊടുക്കാമായിരുന്നു നിനക്ക്. അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ നിനക്ക് വല്ല പുണ്യെങ്കിലും കിട്ടുമായിരുന്നു. ആർക്ക് വേണം പപ്പ ഈ പുണ്യം? നമ്മൾ ചിലവാക്കുന്ന പൈസ 10 പേരറിയണം. അതാണ് എൻ്റെ പോളിസി. അല്ലാതെ പുണ്യം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ഡാ ജോണി, ഇങ്ങനെ ദൈവദോഷം പറയരുത് കേട്ടോ. Babe, you got a call from Blackley. Today morning also he called you, but we were in the car showroom. Hey Blackley, how are you? How's everything in Auckland? Hi Johnny, we had a crisis in our business. Need some urgent fund to proceed our project. Oh, what happened? I settled everything before I left Auckland. Then what happened? Okay, Blackley, I understood. Let me see what I can do. സിമി, മൊത്തം പ്രശ്നമാടി. നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ അറേഞ്ച് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മൊത്തം തകരും. നമുക്ക് ന്യൂസിലാൻഡിൽ കയറാൻ പറ്റാതാവും. What are you saying, Johnny? You told me that you settled everything? Then suddenly what happened? എനിക്ക് കുറച്ച് ഫണ്ട് ഞാൻ ഒരു ബിസിനസ് ഡീലിൽ വരുമെന്ന് ഞാൻ കരുതി. പിന്നെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ തിരക്കിൽ അതൊന്നും ഫോളോ അപ്പ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ആ ബിസിനസ് വിചാരിച്ച പോലെ ഒന്നും നടന്നതുമില്ല. ഇപ്പോൾ നമ്മുടെ കമ്പനി വലിയൊരു നഷ്ടത്തിലോട്ട് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം. എൻ്റെ കയ്യിലാണെങ്കിൽ ഒട്ടും പൈസ എടുക്കാനുമില്ല. ഉള്ള പൈസയൊക്കെ ഞാൻ അവിടെ ഇവിടെയും അനാവശ്യ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞു. ഞാനിനി എന്ത് ചെയ്യും കർത്താവേ? നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം മനുഷ്യ. ഞാനെല്ലാം ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇപ്പോൾ എന്തായി? അപ്പം അതാമ്മ മലയാളം മറന്നിട്ടില്ല. എൻ്റെ പൊന്നു പാപ്പ, ശവത്തെ കുത്താതെ. എടാ ജോണി, സിമിമോളെ എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാ പറയാനാ, നിന്റെ ന്യൂസിലാൻഡ് ജോണി മോൻ അവൻ ബിസിനസ്സും ജോലിയും ഒന്നും ശ്രദ്ധിക്കാതെ കയ്യിലുള്ള പൈസ മൊത്തവും പൊങ്ങച്ചം കാണിച്ച് നടന്നിട്ട് ഇപ്പം പട്ടി മോങ്ങുന്ന പോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തോമാച്ചായ, എന്നാ പറ്റി? എന്നതാ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നും പറയണ്ട എൻ്റെ അച്ഛാ. ഇവൻ്റെ ഓരോ പൊട്ടത്തേരും അഹങ്കാരം കൊണ്ട് കയ്യിലുള്ള പൈസ എല്ലാം കൊണ്ട് കളയുകയും ചെയ്തു. ഇപ്പം അവൻ്റെ ബിസിനസ് എല്ലാം നഷ്ടത്തിലാണ്. കുറേ പൈസയൊക്കെ വേണമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടവൻ. എനിക്കൊന്നും അറിയില്ല അച്ഛാ. ഈ പ്രായമായ ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാ അച്ഛാ? എവിടുന്നാ ഇത്രയും പൈസയൊക്കെ ഒപ്പിക്കുക? ഇജ്ജ് ഇതിനാണോ ഇവിടെ കിടന്ന് ഹാലിളക്കണേ? അനക്കെന്താ കുറച്ച് കായ് വേണം, അത്രേ വല്ലേ ഉള്ളൂ. ഇജ്ജ് ബേജാറാകണ്ട. നമ്മുടെ കുറച്ച് കായ് ബാങ്ക് കിടപ്പുണ്ട്, അത് അനക്ക് തരാം. നമുക്ക് അതുകൊണ്ട് ഇപ്പം പെരുത്ത കാര്യമില്ല. ഇജ്ജ് വെച്ചോ, അനക്ക് കിട്ടുമ്പം തന്നാ മതി. എടാ ജോണി, അതും പോരെങ്കിൽ എൻ്റെ ഭാര്യയുടെ കുറച്ച് സ്വർണമുണ്ട്. അത് കൊണ്ടുപോയി നീ പണയം വെച്ച് കുറച്ച് പൈസ കൂടി ഒപ്പിക്ക്. അരെ ജോണി മോൻ,
എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്. നാട്ടിൽ പോകാൻ വെച്ചതാണ്. ഏലല്ലോ. ജോണി, ഇത്രയും മതിയാകുമോ? നീ നോക്ക്, പോരായെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി സംഘടിപ്പിക്കാം. കണ്ടു പഠിക്കടാ ഇവരുടെയൊക്കെ സ്നേഹം. ഇതിന് സ്നേഹം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മനുഷ്യത്വം എന്ന് വേണം പറയാൻ. നമ്മുടെ ചുറ്റുമുള്ളവരുടെ വിഷമഘട്ടത്തിൽ അവരെ സഹായിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും മഹത്വപൂർണ്ണം ആകുന്നത്. നിനക്കറിയാമല്ലോ ജോണി, നമ്മുടെ ബൈബിളിൽ തന്നെ എത്ര പേരുണ്ട് ഒരു പ്രതിഫലം പോലും ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന ആ ബാലൻ, അവന് വേണമെങ്കിൽ അത് ആർക്കും കൊടുക്കാതെ കഴിച്ചു അവൻ്റെ വിശപ്പടക്കാമായിരുന്നു. എന്നാൽ അവനത് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള അവൻ്റെ ആഗ്രഹം കർത്താവും ശിഷ്യന്മാരും അറിഞ്ഞപ്പോൾ ആ 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന ആ ബാലൻ്റെ മനോഭാവമാണ് ഇന്ന് നീ ഈ മധുവിലൂടെയും ഷാഫിയിലൂടെയും ബാപ്പുവിലൂടെയും ഒക്കെ കണ്ടത്. അവർ അങ്ങനെ ചെയ്തതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രശ്നത്തിന് പരിഹാരമായി. അതുപോലെ നീയും ഈ ആർഭാടവും ധൂർത്തും ഒക്കെ നിർത്തി നിന്റെ ഈ ചെറിയ ജീവിതം കൊണ്ട് സമൂഹത്തിനും ഇടവകയ്ക്കും ഈ ദേശത്തിനും പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുക. ഈ ജിങ് വന്നേ, നമ്മളൊരു കാര്യം പറയിട്ട്. പടച്ചോ നമ്മളെ ഓരോരുത്തരെയും ഈ ദുനിയാവിലേക്ക് പടച്ചു വിട്ടത് എന്തിനാണെന്ന് എനിക്കറിയുമാ? പടച്ചോൻ പടച്ചു വിട്ടതെല്ലാം കാണാൻ, ഈ പുഴയും ഈ മരങ്ങളും ഈ പൂക്കളും ഒക്കെ കാണാൻ, എന്നിട്ട് നമ്മളെല്ലാം സന്തോഷമായിരിക്കാൻ. അതിന് ആദ്യം നമ്മൾ ഹാപ്പിയായി ഇരിക്കണം. അതുപോലെ അനക്ക് ചുറ്റുമുള്ളവരെല്ലാം ഹാപ്പിയായിരിക്കാനും അനക്ക് പറ്റണം. ജോണി മോനെ, നീ ഹാപ്പി അല്ലേ? അതേ മോച്ചേട്ടാ, ഞാൻ ഹാപ്പിയാണ്. ജോണിമോൻ, ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ചേച്ചി, നമുക്കൊരോ സെൽഫി എടുത്താലോ? നിർത്തടാ അവിടെ. എന്നാ ചാമ്പിക്കോ. Johnny money, Johnny, you are my cunning money. Johnny money, Johnny, so why you won't blend some money? അപ്പച്ച, ഇപ്പൊ ഓണ സീസൺ അല്ലേ, ട്രാക്ക് മാറ്റ്. Johnny money, Johnny, you are my cunning money. Johnny money, Johnny, why you won't blend some money? Johnny money, Johnny, you are my cunning money. Johnny money, Johnny, so why you won't blend some money?